കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ നിമിഷം അർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 29-ാം അധ്യായം അതിൻ്റെ 16-ാമത് വാക്യം. അയ്യോ, ഇതെന്തൊരു മറിവ്! കുശവനും കളിമണ്ണും ഒരുപോലെ എന്ന് വിചാരിക്കുമോ? ഉണ്ടായത് ഉണ്ടാക്കിയവനെക്കുറിച്ച് അവൻ എന്നെ ഉണ്ടാക്കിയിട്ടില്ല എന്നും ഉരുവാക്കിയവനെക്കുറിച്ച് അവന് ബുദ്ധിയില്ല എന്നും പറയുമോ? ഈ വാക്യങ്ങൾക്കാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത്. ഇസ്രായേൽ ജനത്തിൻ്റെ ചരിത്രഭാഗങ്ങളുമായി ബന്ധപ്പെടുത്തി ദൈവത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് ഇസ്രായേൽ ജനത്തിൻ്റെ പ്രകൃതം മാറുമ്പോൾ സ്തോത്രം ദൈവത്തിൻ്റെ പ്രവാചകൻ യെശയ്യാ ഇസ്രായേൽ ജനത്തിന് കൊടുക്കുന്ന ഒരു ഡയറക്ഷനും കൂടെയാണ് ഈ വാക്യമെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നു. അതിൻ്റെ 15-ാമത് വാക്യം നിങ്ങൾ പരിശോധിച്ചാൽ, തങ്ങളുടെ ആലോചനയെ യഹോവയ്ക്ക് അഗാധമായി മറച്ചു വയ്ക്കുവാൻ നോക്കുകയും തങ്ങളുടെ പ്രവൃത്തികളെ അന്ധകാരത്തിൽ വയ്ക്കുകയും ഞങ്ങളെ ആര് കാണുന്നു, ഞങ്ങളെ ആരറിയുന്നു എന്ന് പറയുകയും ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം. അപ്പം മനുഷ്യൻ്റെ പ്രവർത്തികളെ, ഇല്ലെങ്കിൽ നമുക്ക് ഇന്നും അത് കാണാൻ കഴിയും അല്ലേ? ചിലരൊക്കെ രഹസ്യമായി ചെയ്തു വയ്ക്കുന്ന പ്രവർത്തികളുണ്ട് അല്ലേ? ദൈവം അറിയുന്നില്ലെന്നും മനുഷ്യർ അറിയുന്നില്ലെന്നൊക്കെ പറഞ്ഞ് ചെയ്തു വയ്ക്കുന്ന പല പ്രവർത്തികളും ഉണ്ട്. സ്തോത്രം. എബ്രായലേഖന കർത്താവ് 4-ാം അധ്യായത്തിൽ ഇങ്ങനെ ഒരു വാക്യം പറയപ്പെടുന്നുണ്ട്. അവൻ്റെ മുമ്പിൽ സകലവും നഗ്നവും മലർന്നതുമായി കിടക്കും. ദൈവത്തിൻ്റെ മുമ്പിൽ അറിവില്ലാത്തതായ ഒരു കാര്യവുമില്ല, സകലതും അവൻ അറിയുന്നു. കാര്യം, അവൻ്റെ മുമ്പിൽ മറവായിരിക്കുന്നതൊന്നുമില്ല. ഇവിടെ നമുക്ക് അപ്പനെയോ അമ്മയോ ഭാര്യയോ ഭർത്താവിനെയോ മക്കളെയോ സഹോദരങ്ങളെയോ പാസ്റ്ററെയോ വിശ്വാസികളൊക്കെ നമുക്ക് മറയ്ക്കുവാൻ കഴിയുമായിരിക്കും. എന്നാൽ ഒരിക്കലും മറയ്ക്കാൻ കഴിയാത്തൊരു കണ്ണ് നമ്മുടെ മുൻപിൽ എപ്പോഴും ഇങ്ങനെ വാദിച്ചു കൊണ്ടിരിക്കുകയാണ്. അതാണ് യഹോവയുടെ കണ്ണ്. 139-ാം സങ്കീർത്തനം നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ ഇങ്ങനെ പറയുന്നു: സമുദ്രത്തിൻ്റെ അടിയിൽ ചെന്ന് പാർത്താലും ആകാശത്തിൽ കൂടുവെച്ചാലും അവിടെയും ഞാൻ ഉണ്ട് എന്ന് പറയുന്ന വാക്യങ്ങളെ നമുക്കറിയാം. അതുകൊണ്ട് ദൈവത്തെ മറച്ചു വയ്ക്കാം എന്ന് മനുഷ്യൻ ചിന്തിക്കുന്നത് തന്നെ അബദ്ധമാണെന്ന് നമ്മൾ അറിയണം. മാത്രമല്ല, ദൈവസൃഷ്ടിയെ ചോദ്യം ചെയ്യുന്ന അനേക മേഖലകളുണ്ട് അല്ലേ? ഇവിടെയും അതാണ് നമ്മൾ വായിച്ചത്. ഉണ്ടാക്കിയവനെക്കുറിച്ച് അവൻ എന്നെ ഉണ്ടാക്കിയിട്ടില്ല എന്നും ഉരുവാക്കിയവനെക്കുറിച്ച് അവന് ബുദ്ധിയില്ല എന്നും പറയുന്നു. സ്തോത്രമല്ലേ എന്നും പറയുമോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എൻ്റെ അർത്ഥം സൃഷ്ടിതാവ് എൻ്റെ പിറകിൽ, നമ്മുടെയൊക്കെ സൃഷ്ടിയുടെ പിറകിൽ വ്യാപരിച്ചൊരു കരമുണ്ട് അല്ലേ? നമ്മുടെയൊക്കെ ദൈവം സൃഷ്ടിച്ചതാണ് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അങ്ങനെ ഒരു ചോദ്യം ചെയ്യുന്ന അനേക മേഖല. എന്നെ എന്തിനാണ് സൃഷ്ടിച്ചത്, എന്നെ എന്തിനാണ് നിർമ്മിച്ചത്, ഇതിനൊക്കെ ചെയ്യുന്ന ദൈവത്തോട് ചോദിക്കുന്നില്ലെങ്കിൽ മനുഷ്യരോട് ചോദിക്കുന്ന ചിന്തകൾ ഉണ്ട്. സ്തോത്രം. നമുക്ക് ഇടക്കാലങ്ങളിലൊക്കെ അറിയാം, ഒരു കൊലപാതകം, ഒരു അമ്മയെ സ്തോത്രം, ഒരു മകൻ കൊല്ലുന്ന സമയത്ത് ആ മകനെ ചോദ്യം ചെയ്യുന്ന പോലീസിന് അവൻ കൊടുത്ത മറുപടി എന്തെന്ന് ചോദിച്ചാൽ, എന്തിനാണ് എന്നെ ജനിപ്പിച്ചു എന്ന് ചോദിച്ചിട്ടാണ് അമ്മയെ കൊല്ലുവാൻ തക്കവണ്ണം. അപ്പോൾ സൃഷ്ടിതാവിനെ പോലും ചോദ്യം ചെയ്യുന്ന രീതിയിലിരിക്കുന്നത് തലമുറ വഴിമാറുന്നു എന്നുള്ളത് ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. എന്തായി സംഭവിക്കുന്നത്? ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, ദൈവം നമ്മളെ നിർമ്മിച്ചതിൻ്റെ പിറകിൽ ദൈവത്തിന് നിശ്ചയമായൊരു പദ്ധതി ഉണ്ട്. ആ പദ്ധതി നിറവേറേണ്ടതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? കാത്തിരിക്കേണ്ടത് അനിവാര്യമാണ്. അങ്ങനെ കാത്തിരുന്നാൽ ദൈവത്തിൻ്റെ പദ്ധതി, നമ്മുടെ സൃഷ്ടിയുടെ പിറകിലുള്ള ദൈവ പദ്ധതി എന്തെന്ന് നിശ്ചയമായി അവൻ നമുക്ക് വേണ്ടി വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടവരും. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ സന്ദേശത്തിനാണ് സ്തോത്രം ചെയ്യുന്ന ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും തൃക്കരങ്ങൾ തരികയാണ്. അവിടെ നിന്ന് ചെറുകടിയും മറയ്ക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യേണ്ടതിനായി പ്രാർത്ഥന. സമസ്ത മേഖലകളിൽ തൃക്കരങ്ങൾ ഏൽപ്പിക്കുന്നു. മഹത്വം അങ്ങേക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.